അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യം സ്കന്ദപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു 5 അധ്യായങ്ങളിലൂടെ. ആ 5-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്യുകയും ഭാഷാഗാനമായി പാടി സമർപ്പിക്കുകയും പിന്നീട് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരണം ചെയ്ത് സമർപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ ആ പാരായണ ഭാഗം ഇപ്പോൾ ചെയ്യുകയാണ്. കഥാസ്ഥാനം പ്രകർത്തവ്യം ഭൂമൗ മാർജനപൂർവകം ലേപനം ഗോമയേനാഥ വിശാലായാം മനോരമം കാര്യസ്തു മണ്ഡപോ രമ്യോ രംഭാസ്തംഭോപശോഭിത വിതാനമുപരിഷ്ഠാത്തു പതാകാധ്വജരാജിത വക്തുശ്ചൈവാസനം ദിവ്യം സുഖാസ്തരണസംയുതം രചിതവ്യം പ്രയത്നേന പ്രാങ്മൂലം വാച്യുതങ്മുഖം യഥോചിതാനി കുർവീത ശ്രോതॄണാമാസനാനി ച നൃണാം ചൈവാധനാരീണാം കഥാശ്രവണഹേതവേ വാഗ്മീദാന്തശ്ച ശാസ്ത്രജ്ഞോ ദേവ്യാരാധനതൽപരാ ദയാലുർനിസ്പൃഹോ ദക്ഷോ ധീരോ വക്തോത്തമോ മത ബ്രഹ്മണ്യോ ദേവതാഭക്ത കഥാരസപരായണ ഉദാരോ ലോലുപോ നമ്ര ശ്രോത ഹിംസാദിവർജിത പാഖണ്ഡനിരതോ ലുബ്ധ സ്ത്രൈണോ ധർമ്മധ്വജസ്തഥാ നിഷ്ഠുര ക്രോധനോ വക്ത ദേവീയജ്ഞേന ശസ്യത്തെ സംശയച്ഛേദനായൈക
പണ്ഡിതശ്ച തഥാ ഗുണാ ശ്രോതൃബോധക്യദവ്യഗ്ര കാര്യോ വക്തു സഹായകൃ മുഹൂർത്തദിവസാദർവാഗ്വക്തൃശ്രോത്രാദിഭിർജനൈ കർത്തവ്യം ക്ഷൗരകർമാദി തതോ നിയമകൽപ്പനം അരുണോദയവേളായാം സ്നായാച്ഛൗചം വിധായ ച സന്ധ്യാം തർപ്പണകാര്യം ച നിത്യം സംക്ഷേപതശ്ചരേൽ കഥാശ്രവണയോഗ്യത്വസിദ്ധയേകാശ്ച ദാപയേൽ സമസ്ത വിഘ്നഹർത്താരമാദൗ ഗണപതിം യജേൽ കലശാംശ്ചാപി സംസ്ഥാപ്യ പൂജയേത്തത്ര ദിഗ്ഭവാൻ വടുകം ക്ഷേത്രപാലം ച യോഗിനീർമാതൃകാസ്തഥാ തുളസീം ചാപി സംപൂജ്യ ഗ്രഹാൻ വിഷ്ണും ച ശങ്കരം നവാക്ഷരേണ മനുനാ പൂജയേൽ ജഗദംബികാം കഥാവിഘ്നോപശാന്ത്യർത്ഥം വൃണുയാൽ പഞ്ചപാടവാൻ ശ്രീദേവ്യാ വാങ്മയീം മൂർത്തിം യഥാവച്ഛോഭനാക്ഷരം കഥാവിഘ്നോപശാന്ത്യർത്ഥം വൃണുയാൽ പഞ്ചപാടവാൻ ജാപ്യോ നവാർണമന്ത്രസ്തൈ പാഠ്യ സപ്തശതീസ്തവ ശ്രീഹരേ നമ ശ്രീജഗദംബികായൈ നമ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമ ശ്രീമദ് ദേവി ഭാഗവതം അതിൻ്റെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന സ്കന്ദപുരാണത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ 16 മുതൽ 30 കൂടിയുള്ള 15 ശ്ലോകങ്ങളാണ് നമ്മളിന്ന് ഭാഷാഗാനമായി പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. പുരാണ ശ്രവണവിധി എന്താണ് എന്നാണ് ഈ വരികളിലൂടെ പറഞ്ഞു തരുന്നത്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം നല്ല പോലെ തൂത്തുവാരി വൃത്തിയാക്കി വച്ചിടണം നല്ല വിശാലമായുള്ള തറ തീർക്കണം നല്ല പോലെ ചാണകത്താൽ തളിച്ചു മെഴുകിടേണം നല്ല വൃത്തിയോടെ പ്രവചന സ്ഥലവും അവിടെയോ നല്ല പോലെ മണ്ഡപം തയ്യാറാക്കണം അതിൽ കുലവാഴ നാട്ടി മോടിയാക്കണം ആ മണ്ഡപത്തിൻ്റെ മുകൾ ഭാഗമോ വിതാനിക്കേണം അതിൽ കോടി പതാകയാൽ അലങ്കാരവും കഥകളെ പറയുന്ന വക്താവിനു ഇരിക്കാനായി കമനീയമായ പീഠം ഒരുക്കിടണം കാന്തിയേറും വിരിപ്പതിൽ വിരിക്കണമതാകട്ടെ കിഴക്കോട്ടോ വടക്കോട്ടോ ആയിരിക്കണം അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി
അമ്മേ ശരണം. കഥ കേൾക്കാൻ വന്നിടുന്ന പുരുഷർക്കുമതുപോലെ കഥ കേൾക്കാനെത്തിയിടുന്ന വനിതകൾക്കും കേൾവിക്കു സുഖപ്രദമം ഇരിപ്പിടങ്ങളെയെല്ലാം കാര്യഗൗരവാനുസൃതം ഒരുക്കിടണം. വാഗ്മിയും അതിനൊപ്പമായി സഹിഷ്ണുതയുള്ളവനും വിവിധമാം ശാസ്ത്രങ്ങളിൽ ജ്ഞാനിയുമായി ദേവി പൂജാ തൽപരനായി സമർത്ഥനായി ധീരനായി ദയാലുവുമായിടേണം കഥാവക്താവ്. ദേവതാഭക്തനും കഥാരസാസ്വാദകുശലനും ദേഹാസക്തിയില്ലാത്തോനും ബ്രഹ്മചാരിയും ബ്രഹ്മജ്ഞാനിയും ദാനിയും വിനയവാനും ഹിംസകൾ ചെയ്യാത്തവനും ദയാലുവുമായിടേണം കഥാശ്രോതാവ്. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. വേദനിന്ദകനും പിന്നെ അതീവലുബ്ധനായോനും വേഷം കെട്ടി നടക്കും കപടഭക്തനും വാക്കിൽ സത്യമില്ലാത്തോനും നിഷ്ഠുരനും കോപിഷ്ഠനും ഭക്താവായി ദേവീയജ്ഞത്തിങ്കലരുത്. സംശയങ്ങൾ തീർക്കുവാനായി ജ്ഞാനമുള്ളവനാകേണം സദ്ഗുണങ്ങൾ നിറഞ്ഞവനുമായിടേണം. ശ്രോതാവിനു കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നവനെ സഹായിയായി വെച്ചിടേണം ദേവീയജ്ഞത്തിൽ. ദേവി ഭാഗവതയജ്ഞം മുഹൂർത്തം നിശ്ചയിച്ചതാം ദിവസത്തിനു മുമ്പായി ക്ഷൗരാദി കർമ്മം വക്താവും ശ്രോതാവും ചെയ്തു ശുദ്ധിയായിടുക വേണം. വിവിധമാം നിയമങ്ങൾ സ്വീകരിക്കണം. അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ആദ്യമായി ശൗചാദി കർമ്മങ്ങളെ നിർവഹിക്കണം. അരുണോദയത്തിൽ തന്നെ കുളിച്ചിടണം. അതിനൊപ്പം സന്ധ്യാവന്ദനവും തർപ്പണാദികളും ആ സമയം ചുരുക്കത്തിൽ ചെയ്താലും മതി. സുന്ദരമായി കഥകളെ കേൾക്കുവാനായി ആദ്യം തന്നെ സുരഭിദാനങ്ങൾ നന്നായി ചെയ്തിടവേണം. സമസ്ത വിഘ്നങ്ങളെയും ഇല്ലാതാക്കും ഗണേശനെ സാവധാനം ഭക്തിയോടെ യജിച്ചിടണം. ദിക്കിൽ പാലകന്മാരെയും ഉഗ്രസേനാധിപന്മാരെയും
രുദ്രഭൈരവനെയും നൽ ദ്വാരപാലകന്മാർ സപ്തമാതൃക്കളെയും ദുർഗാപരിചാരികമാർ 8 യോഗിനികളെയും ദുർഗം തീരാൻ കലശത്തിൽ പൂജിച്ചിടേണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നന്മയേറും തുളസിയെ അതിനൊപ്പം വിഷ്ണുവിനെ നവഗ്രഹജാലത്തെയും പൂജിച്ചിടേണം. നമ ശിവായ ജപിച്ചു ശങ്കരനെ പൂജിക്കേണം. നവാക്ഷരം കൊണ്ടു ജഗദംബികയെയും വിഘ്ന നിവാരണത്തിനായി വരിക്കേണം വേണ്ട പോലെ വിപ്രന്മാരെ 5 പേരെ. ശ്രീദേവി തൻ്റെ വാങ്മയരൂപമായി ശോഭനമാം അക്ഷരസഹിത ഗ്രന്ഥം വന്ദിക്കേണം സർവോപചാരങ്ങളോടൊപ്പം. കഥാവിഘ്ന നിവാരണത്തിനായിട്ടു വരിക്കുന്ന കഴിവുറ്റ ബ്രാഹ്മണോത്തമന്മാരെ കൊണ്ട് കനിവേറുന്ന വാർണ മന്ത്രത്തെ ജപിപ്പിച്ചിടേണം. കേൾക്കാൻ സപ്തശതീസ്തവം ചൊല്ലിപ്പിക്കണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയെൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ മൂകാംബികാദേവ്യൈ നമഃ. അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരോപാസന ഇന്ന് 20ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ യജ്ഞരൂപത്തിൽ ഈ അക്ഷരപൂജയായി നമ്മൾ സമർപ്പിക്കുകയാണ്. അതിൽ ഭാഗവത പാരായണ വിധി എന്ന രീതിയിൽ സ്കന്ദപുരാണത്തിൻ്റെ 5ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ, അതിൽ 16ാമത്തെ ശ്ലോകം മുതൽ 30 കൂടിയുള്ള 15 ശ്ലോകങ്ങളാണ് നമ്മൾ പാരായണം ചെയ്തതും അതേപോലെ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. ഇവിടെ വളരെ വിനയത്തോടെ കഥ കേൾക്കാൻ വരുന്ന ആളുകളെയൊക്കെ ക്ഷണിക്കണമെന്നും അവർക്ക് യഥോചിതമായ വാസസ്ഥലങ്ങളും ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. തുടർന്ന് പറയുന്നു, കഥാസ്ഥാനം പ്രകർത്തവ്യം ഭൂമൗ മാർജനപൂർവകം ലേപനം
ഗോമയേനാഥ വിശാലായാം മനോരമം. ഗോമയം എന്ന് പറഞ്ഞാൽ ചാണകം. അപ്പം തൂത്തുവാരി വൃത്തിയാക്കിയ വിശാലമായ ഒരു തറ, അത് ചാണകം കൊണ്ട് നല്ലോണം തളിച്ച് മെഴുകി വെടുപ്പാക്കി ഈ കഥാസ്ഥാനം, കഥാപ്രവചനത്തിനുള്ള സ്ഥാനമായി അതിനെ മാറ്റണം. എന്നിട്ട് എന്തു വേണം? കാര്യസ്തു മണ്ഡപോ രമ്യോ രംഭാസ്തംഭോപശോഭിത വിതാനമുപരിഷ്ഠാത്തു പതാകാധ്വജരാജിത. അവിടെ നല്ലൊരു മണ്ഡപം തയ്യാറാക്കുക, രമ്യമായൊരു മണ്ഡപം. അതിൽ രംഭാസ്തംഭോപശോഭിത, കുലവാഴകൾ നാട്ടി അതിനെ മോടി കൂട്ടണം. മണ്ഡപത്തിൻ്റെ മുകൾ ഭാഗോ വിതാനം ഉപരിഷ്ഠാത്തു, മുകളിൽ വിതാനിക്കണം. അതേപോലെ പറയുന്നു കൊടികളും പതാകകളും കൊണ്ട് അലങ്കരിക്കണം. പതാകാധ്വജരാജിത. പിന്നെന്തു വേണം? വക്തുശ്ചൈവാസനം ദിവ്യം സുഖാസ്തരണസംയുതം രചിതവ്യം പ്രയത്നേന പ്രാങ്മുഖം വാച്യുതങ്മുഖം. പ്രാങ്മുഖം അല്ലെങ്കിൽ ഉദങ്മുഖം, ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട്. കഥാവക്താവിന് ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല വിരിപ്പൊക്കെ വിരിച്ച് ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പീഠം, അത് സുഖാസ്തരണ സംയുതം, അങ്ങനെയുള്ള വളരെ വിശേഷമായിട്ടുള്ള ഒരു പീഠം തയ്യാറാക്കുക. അത് ഒന്നുകിൽ കിഴക്കോട്ടാവാം അല്ലെങ്കിൽ വടക്കോട്ടാവാം. പിന്നെന്ത് വേണം? ഈ വക്താവിന് മാത്രമല്ല ശ്രോതാവിനും വേണമെന്നാണ്. യഥോചിതാനി കുർവീത ശ്രോതൃണാമാസനാനി ച. കേൾക്കാൻ വരുന്ന ആളുകൾക്ക് വിശേഷമായിട്ടുള്ള പീഠങ്ങൾ, ആസനങ്ങൾ, സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തണം. അത് നൃണാം ചൈവാധനാരീണാം, അത് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, കഥാശ്രവണഹേതവേ, കഥ കേൾക്കാൻ ഉള്ള താല്പര്യത്തോടു കൂടി വരുന്നവർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ വേണ്ടതായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കണം. പിന്നെ അടുത്തതായിട്ട് പറഞ്ഞു എങ്ങനെയായിരിക്കണം വക്താവ്, കഥ പറഞ്ഞു കൊടുക്കുന്ന ആള്. വാഗ്മി ദാന്തശ്ച ശാസ്ത്രജ്ഞോ ദേവ്യാരാധന തൽപര ദയാലുർ നിസ്പൃഹോ ദക്ഷോ ധീരോ വക്തോത്തമോ മത. വാഗ്മിയായിരിക്കണം, നല്ല സഹിഷ്ണുതയുള്ള ആളാവണം, ശാസ്ത്രത്തിൽ ജ്ഞാനമുള്ള ആളായിരിക്കണം. അതോടൊപ്പം തന്നെ വളരെ വിശേഷമായിട്ടുള്ള ആണ് ദേവ്യാരാധന തൽപര, ദേവിയുടെ ആരാധനയിൽ താല്പര്യമുള്ള ആളായിരിക്കണം. അല്ലാതെ കുറേ പഠിച്ച് വിവരമുണ്ട് എന്നുള്ളത് കൊണ്ട് അയാൾ വക്താവാൻ യോഗ്യനാവുന്നില്ല. അത് വേണം. അതിനോടൊപ്പം തന്നെ ഭക്തി, ആ ദേവിയുടെ പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉള്ളവരായിരിക്കണം. പിന്നെയോ ദയാലു, ദയുള്ളവനായിരിക്കണം, അനാസക്തനായിരിക്കണം, നിസ്പൃഹനായിരിക്കണം, ദക്ഷ എന്ന് വെച്ചാൽ സമർത്ഥനായിരിക്കണം, ധീരനായിരിക്കണം, വക്തോത്തമോ മത. അങ്ങനെ വരുമ്പോഴാണ് ഉത്തമനായ വക്താവായിട്ട് തീരുക. പറയുന്ന ആൾക്ക് ഈ വക ഗുണങ്ങൾ വേണം. പിന്നെ ഉത്തമ ശ്രോതാവ്, വക്താവ് മാത്രം പോരാ, കേൾക്കുന്ന ആളും അതേപോലെ വേണം. ബ്രഹ്മണ്യോ ദേവതാഭക്ത കഥാരസപരായണ ഉദാരോ അലോലുപോ നമ്ര ശ്രോത ഹിംസാതിവർജിത. ബ്രഹ്മജ്ഞാനിയാവണം, ഈശ്വരഭക്തനായിരിക്കണം, കഥാരസം ആസ്വദിക്കാൻ കഴിവുള്ള ആളായിരിക്കണം, കഥാരസപരായണ. പിന്നെ ഉദാരനായിരിക്കണം, വിഷയാസക്തി ഇല്ലാത്ത ആളായിരിക്കണം, വിനയമുള്ള ആളായിരിക്കണം. അതേപോലെ ഹിംസ ചെയ്യാത്തവനായിരിക്കണം, ഹിംസാതിവർജിത. പിന്നെ പറഞ്ഞു പാഖണ്ഡനിരതോ ലുബ്ധ സ്ത്രൈണോ ധർമ്മധ്വജസ്തഥാ നിഷ്ഠുര ക്രോധനോ വക്ത ദേവീയജ്ഞേ നശസ്യത്തെ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ആവണമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെയുള്ളവരെ ആവരുത് എന്ന് പറഞ്ഞു. അവരെങ്ങനെയാ? വേദനിന്ദകര്, പാഖണ്ഡന്മാര്, നിരീശ്വരവാദികള്, ലുബ്ധൻ, പിന്നെ സ്ത്രീജിതൻ, കപട ഭക്തൻ, ധർമ്മധ്വജസ്തഥ, പിന്നെ നിഷ്ഠുരൻ, ക്രോധമുള്ളവൻ, വലിയ ദേഷ്യക്കാരൻ, അതേപോലെ
ദേവീയജ്ഞത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ആരും തന്നെ വക്താവായിരിക്കാൻ യോഗ്യരല്ല. സംശയച്ഛേദനായൈക പണ്ഡിതശ്ച തഥാ ഗുണ ശ്രോതൃബോധകൃതവ്യഗ്ര കാര്യോ വക്തു സഹായകൃ. സംശയച്ഛേദനായൈക, സംശയം പരിഹരിക്കാൻ, സംശയ നിവാരണത്തിന് പണ്ഡിതനായി ഗുണമുള്ളവനായി ശ്രോതാക്കളുടെ ആ സംശയങ്ങളെ തീർത്ത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രദ്ധയുള്ള ഒരാള് സഹായകൃത്ത്, സഹായത്തിനായിട്ട്, ഈ വക്താവിൻ്റെ സഹായത്തിനായിട്ട് വെക്കണം. നമ്മൾ പറയാറില്ലേ ഉപാചാര്യൻ, സഹാചാര്യൻ എന്നൊക്കെ പറയുന്നു. എന്നിട്ട് വേണം, എന്തു വേണം? മുഹൂർത്ത ദിവസാദർവാക്വക്തൃശ്രോത്രാദിഭിർജനൈ കർത്തവ്യം ക്ഷൗരകർമാദി തതോ നിയമകൽപ്പനം. കഥ ആരംഭിക്കാൻ ആദ്യം ദൈവജ്ഞനെ വിളിച്ച് മുഹൂർത്തം നിശ്ചയിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ മുഹൂർത്തം ഉള്ള ദിവസത്തിന് മുമ്പ് തന്നെ വക്താവും അതെ ശ്രോതാവും അതെ, പറയുന്ന ആളും കേൾക്കുന്ന ആളും ക്ഷൗരാദി കർമ്മങ്ങളൊക്കെ ചെയ്ത്, കർത്തവ്യം ക്ഷൗരകർമാദി തതോ നിയമകൽപ്പനം, എന്നിട്ടോ ആ യജ്ഞത്തിന് ഇന്ന നിയമങ്ങളെന്ന് മുമ്പ് പറഞ്ഞില്ലേ, അതൊക്കെ തന്നെ ആ നിയമങ്ങളൊക്കെ തീരുമാനിക്കണം, ഇന്ന പോലെ വേണം എന്നുള്ളൊരു തീരുമാനം ഉണ്ടാവണം. നമ്മളൊക്കെ സപ്താഹത്തിനും നവാഹത്തിനൊക്കെ പതിവുള്ളത് പോലെ ഇന്ന പോലെ ഇന്ന സമയത്ത് തുടങ്ങുക, ഇന്ന സമയത്ത് അവസാനിക്കുക, ഇന്ന സമയത്ത് ഇന്നത്. അപ്പം സമയത്തിനൊരു ക്ലിപ്തത വേണം എന്ന് പ്രത്യേകമായിട്ട് കാണിക്കണം. പിന്നെ എങ്ങനെ വേണമെന്നാണത്? പണ്ട് കാലത്തൊക്കെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ, ഒരു പക്ഷേ അന്നത്തെ യാത്രാ സൗകര്യത്തിൻ്റെയൊക്കെ കുറവ് കൊണ്ടാവാം ഒരു പക്ഷേ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. രാത്രി സമയത്തൊക്കെ വെളിച്ചമില്ലാതെ നടക്കാൻ സാധിക്കില്ല, ഇപ്പോൾ കാലം മാറി. അപ്പം അതുകൊണ്ട് തന്നെ ഇതേപോലെ നമ്മൾ ചെയ്യണമെന്നല്ല, അത് ആളുകൾ നൃണാം ഭക്തിർഭവിഷ്യതി, ശ്രീമദ് ഭാഗവതത്തിൽ പറയണില്ലേ, മനുഷ്യർക്ക് ഭക്തി എങ്ങനെ ഉണ്ടാവണം അതനുസരിച്ച് ചെയ്യണമെന്നാണ്. ഇവിടെ പറഞ്ഞു അരുണോദയ വേളായാം സ്നായാശ്ചൗചം വിധായ ച സന്ധ്യാം തർപ്പണകാര്യം ച നിത്യം സംക്ഷേപതശ്ചരൽ. ശൗചാദി കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് അരുണോദയത്തിൽ തന്നെ, സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ സ്നാനം ചെയ്യുക, സന്ധ്യാവന്തനം ചെയ്യുക, തർപ്പണം ചെയ്യുക. അതൊക്കെ ഈ സമയത്ത്, ഈ യജ്ഞത്തിൻ്റെ സമയത്താണെങ്കിൽ ഇത് കുറച്ച് ചുരുക്കി ചെയ്താലും കുഴപ്പമില്ല എന്നാണ്. ചുരുക്കി ചെയ്താലും മതിയാവും എന്നാണ്. അത് മതി എന്നല്ല, മതിയാവും. അങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പം 100 ഗായത്രി ജപിക്കുന്ന ആള് 10 ഗായത്രി ജപിച്ചാലും അല്ലെങ്കിൽ 24 ഗായത്രി ജപിച്ചാലും ദോഷമില്ല. കാരണം എന്താ? ബാക്കിയുള്ള സമയം മുഴുവൻ ഭഗവാന്റെ നാമം ജപിക്കണു എന്നുള്ളത് കൊണ്ടാണ്. പിന്നെയോ കഥാശ്രവണയോഗ്യത്വസിദ്ധയേകാശ്ചദാപയേൽ, കഥാശ്രവണത്തിനുള്ള അർഹത കിട്ടാൻ എന്ത് ചെയ്യണം? പശുദാനം ചെയ്യണം. ഗാശ്ച, ആ പശുക്കളെയൊക്കെ ദാനം ചെയ്യുക. പിന്നെ സമസ്ത വിഘ്നഹർത്താരം ആദൗ ഗണപതിം യജേൽ, എല്ലാ വിഘ്നങ്ങളെയും തീർക്കുന്ന സാക്ഷാൽ ആ ഗണപതിയെ, വിഘ്നവിനായകനെ വേണ്ട പോലെ ആദ്യമായി യജിക്കണം എന്ന് പറഞ്ഞു. ആദൗ ഗണപതിം യജേൽ എന്നാണ്. ആദ്യപൂജിതനാണ് ആന മുഖനായിരിക്കുന്ന സാക്ഷാൽ ആനന്ദമൂർത്തിയായ ഗണപതി. പിന്നെന്ത് വേണം? കലശാംശ്ചാപി സംസ്ഥാപ്യ പൂജയെ തത്ര ദിഗ്ഭവാൻ വടുകം ക്ഷേത്രപാലം ച യോഗിനീർ മാതൃകാസ്തഥാ. കലശം സ്ഥാപിച്ച് പൂജിക്കണം. ആരെയൊക്കെ വേണമെന്നാണ് പറഞ്ഞത്? അവിടെ ദിഗ്ഭവാൻ, ദിക്പാലകന്മാര്, വടുകം എന്ന് പറഞ്ഞാൽ ഉഗ്രഭൈരവൻ, ക്ഷേത്രപാലം ദ്വാരപാലകൻ, യോഗിനി ദുർഗയുടെ പരിചാരികമാരായിരിക്കുന്ന 8 യോഗിനികള്, പിന്നെ സപ്തമാതൃക്കള് ബ്രഹ്മാണി തുടങ്ങിയ ആ 7 മാതൃക്കൾ, ഇവരെയൊക്കെ പ്രത്യേകിച്ച് പൂജിക്കണം. പിന്നെ എന്തിനെ പൂജിക്കണം? തുളസീം ചാപി സംപൂജ്യ, തുളസിയെ പൂജിക്കണം. ഗ്രഹാൻ വിഷ്ണും ച ശങ്കരം, നവഗ്രഹങ്ങളെ പൂജിക്കണം, വിഷ്ണുവിനെ പൂജിക്കണം, മഹാദേവനെ പൂജിക്കണം. അതിനോടൊപ്പം തന്നെ നവാക്ഷര മന്ത്രം കൊണ്ട്, നവാക്ഷരേണ മനുന പൂജയിൽ
ജഗദംബികാം, ജഗദംബികയായ ആ ഭഗവതിയെയും പൂജിക്കണം. പിന്നെ കഥാവിഘ്നോപശാന്ത്യർത്ഥം വൃണുയാൻ പഞ്ചപാടവാൻ ശ്രീദേവ്യാ വാങ്മയീം മൂർത്തിം യഥാവച്ഛോഭനാക്ഷരം. കഥാവിഘ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് 5 ബ്രാഹ്മണരെ പ്രത്യേകമായിട്ട് വരിക്കുക. ശ്രീദേവിയുടെ, ഭഗവതിയുടെ വാങ്മയസ്വരൂപമായിരിക്കുന്ന ശോഭനമായ അക്ഷരങ്ങളോടുകൂടിയ അക്ഷരരൂപമായിരിക്കുന്ന ദേവീഭാഗവതം അത് വേണ്ടതുപോലെ സർവ ഉപചാരങ്ങളോടും കൂടി പൂജിക്കുകയും വേണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് കഥാവിഘ്നോപശാന്ത്യർത്ഥം വൃണുയാൽ പഞ്ചപാണ്ഡവാൻ. ഈ കഥാവിഘ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ 5 ബ്രാഹ്മണരെ വരിക്കണമെന്ന് പറഞ്ഞല്ലോ. അവരെ കൊണ്ട് ജാപ്യോ നവാർണമന്ത്രസ്ഥൈ, നവാർണമന്ത്രം അവരെ കൊണ്ട് ജപിപ്പിക്കണം. അതേപോലെ തന്നെ പാഠ്യ സപ്തശതീസ്തവ, സപ്തശതീസ്തവം എന്നുള്ളത് അവരെ കൊണ്ട് ചൊല്ലിക്കുകയും വേണം എന്ന് പറയുന്ന 30ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ, ശ്രീ ജഗദംബികായൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു.
ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.